Good morning. Good morning, teachers. Good morning, ma'am. Good morning. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? Yes, Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രെയർ. Okay, miss. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ. ഭക്തിയും വിവേകവും തരണമേ ദയാനിധി. ഭക്തിയും വിവേകവും തരണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യമായി വസിച്ചിടാൻ എത്രയും അനുഗ്രഹമായി സ്വഗൃഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യമായി വസിച്ചിടാൻ എത്രയും അനുഗ്രഹമായി സ്വഗൃഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഓക്കെ. Then signing ആരാണ്? Signing ഞാനാണോ? ഒരു പാട്ടാണ് പാടുന്നത്. ആയിരം കാന്താരി പോലന്തിക്ക് മാനത്ത് നക്ഷത്രപ്പൂക്കൾ കാണാം. ആയിരം കാന്താരി പൂത്ത് പോലന്തിക്ക് മാനത്ത് നക്ഷത്രപ്പൂക്കൾ കാണാം. മിന്നുന്ന പൊന്നിൻ വിളക്കുമായി അന്തിക്ക് മിന്നാമിനും നിന്റെ ജ്വാല കാണാം. മിന്നുന്ന പൊന്നിൻ വിളക്കുമായി അന്തിക്ക് മിന്നാമിനും നിന്റെ ജ്വാല കാണാം. മിന്നാമിനും നിന്റെ ജ്വാല കാണാം. തൂവെളിച്ചത്തിന്റെ പൊന്നിൻ കൂടവുമായി നിത്യവും എത്തുന്നു ബാലസൂര്യൻ. തൂവെളിച്ചത്തിന്റെ പൊന്നിൻ കൂടവുമായി നിത്യവും എത്തുന്നു ബാലസൂര്യൻ. വെണ്ണില കിണ്ണത്തിലൊത്തിരി പാലുമായി സന്ധ്യക്കണഞ്ഞിടും പൊന്നിൻ കിളി. വെണ്ണില കിണ്ണത്തിലൊത്തിരി പാലുമായി സന്ധ്യക്കണഞ്ഞിടും പൊന്നിൻ കിളി. തൂവെളിച്ചത്തിന്റെ പൊന്നിൻ കൂടവുമായി നിത്യവും എത്തുന്നു ബാലസൂര്യൻ. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. Then തോട്ട ആരാണ്? തോട്ട of the day. and good morning, teacher. Life and time are the world's best teachers. Life teaches to make good use of time and time teaching us the value of life. Thank you. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ആണോ? Yes, teacher. അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഷെയർ ചെയ്യാനായിട്ട് അല്ലേ? എന്തായിരുന്നു പറഞ്ഞത് ഷെയർ ചെയ്യാനായിട്ട്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലേ? ഓർമ്മയുണ്ടോ? അതെ മാം. അപ്പോ എക്സ്പീരിയൻസ് ഉള്ളവര് ഒന്ന് അത് ഷെയർ ചെയ്യാട്ടോ. ഏതെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഷെയർ ചെയ്യാൻ പറഞ്ഞത്. ആർക്കും ഇല്ല എക്സ്പീരിയൻസ്? ഉണ്ട് മാം. ശ്രീജ. മാം, ഞാൻ ഒരു 30 വർഷം ഞാൻ മുംബൈയിലായിരുന്നു. ഇപ്പൊ ഞാൻ നാട്ടില് സെറ്റിലായി. അപ്പൊ എനിക്ക് വെതർ ക്ലൈമറ്റിന്റെ മൂലം എനിക്ക് അതിൻ്റെതായിട്ടൊരു പനി എപ്പോഴും എനിക്ക് ഇങ്ങനെ അലർജീസ് ഒക്കെ വരാറുണ്ട്. ലൈഫ് സ്റ്റൈൽ മാറിയത് കൊണ്ട് എനിക്ക് ഒന്നിപ്പം ഞാൻ അഡ്ജസ്റ്റ് ആയി പോകുന്നുണ്ട് ക്ലൈമറ്റില്. ഓക്കെ,
മരുന്ന് കഴിക്കുന്നുണ്ടോ ഇപ്പോഴും? ഇപ്പോ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടോ? ഇല്ല, അത് ഇല്ല. ഇല്ല, അത് അങ്ങനെ കൂടുതലാവുമ്പോ പാരസെറ്റമോൾ കഴിക്കാൻ പറഞ്ഞു ഡോക്ടർ. അപ്പൊ അതെനിക്ക് തലവേദന, ഈ മൂക്കടയ്ക്കും, അങ്ങനെ ക്ലൈമറ്റ് മാറുമ്പോ. അവിടെ എന്ന് വെച്ചാൽ കറക്റ്റ് 4 മാസം മഴ, 4 മാസം തണുപ്പ്, 4 മാസം ചൂട്. ഇവിടെ എപ്പോഴും മഴ, ക്ലൈമറ്റ് ഇങ്ങനെ ചൂടും മഴ അങ്ങനല്ലേ ഇവിടെ. അവിടെ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ആയി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇനി ആരാണ്? മാം PCOD അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലേ? അതെ അതെ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. PCOD-യുടെ ഇഷ്യൂ ഉണ്ടോ ജീന? ഉണ്ട്. എനിക്ക് ഉണ്ട്. പാരമ്പര്യമാണോന്ന് അറിയത്തില്ല. കാരണം അവർക്ക് അമ്മമാരുടെ സമയത്തൊന്നും അതുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതെനിക്ക് വന്നതിന്റെ റീസൺ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെയും ഹസ്ബൻഡിന്റെയൊക്കെ ബാക്കി വരുന്ന ഫുഡ് കഴിച്ചിട്ടാവാനാണ് സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി കഴിക്കൂലേ? എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും. അങ്ങനെ വന്നു. ഇപ്പം ഞാൻ ജിമ്മിന് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പം കുറച്ച് അവിടെ കുറഞ്ഞു വർക്കൗട്ട് വരുന്നു. ചെയ്യുന്നുണ്ട് അല്ലേ ജിമ്മില്? വർക്കൗട്ട് ചെയ്യിച്ച് ഞാൻ ഡോക്ടറെ കണ്ടപ്പോഴാണ് പറഞ്ഞത്, ജിമ്മിന് പോയി നമ്മൾ വീട്ടിൽ എത്ര ചെയ്താലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ജിമ്മിന് പോയാൽ ചിലപ്പോൾ അവര് വഴക്ക് പറയുമല്ലോ, നമ്മൾ പൈസയും കൊടുക്കുന്നതല്ലേ. അപ്പൊ പോയി ചെയ്യാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ മന്തൊക്കെ പീരീഡ്സ് ഒക്കെ ആകുമ്പോൾ നോർമലായിട്ട് കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഓവർ ബ്ലീഡിങ് ആയിട്ട് വരും. അതാണ് എന്റെ ഒരു പ്രശ്നം, വേറെ ഒന്നുമില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്തത്? എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്തത്? ഡയഗ്നോസ് ചെയ്തത് എനിക്ക് രണ്ടാമത്തെ പ്രസവത്തിന് അത് ചെറുതായിട്ടേ ഉള്ളായിരുന്നു. ഓവർ ബ്ലീഡ് ആയിട്ട് വന്നപ്പം സ്കാനൊക്കെ ചെയ്തപ്പോഴാണ് കണ്ടുപിടിച്ചത്. പിന്നെ ഈ ഇടയ്ക്ക് എനിക്കൊരു മഞ്ഞപ്പിത്തം തുടക്കമായിട്ട്, അത് അധികമല്ല, ഒരു ജസ്റ്റ് ബില്ലിറൂബിൻ കൂടുതലായിട്ട് നിന്ന് അങ്ങനെ ചെന്ന് അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു വയറിന്റെ സ്കാൻ കൂടെ ചെയ്യാൻ പറഞ്ഞു. ലിവറും ചെയ്ത് വയറും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഫോളിക്കിൾസ് അധികമായിട്ടുണ്ടെന്ന് വയറ്റില്. അത് പൊട്ടി പോകുമ്പോഴാണ് ഈ ഓവർ ബ്ലീഡ് ആയിട്ട് നമുക്ക് പോകുന്നത്. അപ്പോഴ് അതുകൊണ്ട് ഒരു ഗൈനക്കോളജിയെ കൂടെ കാണാൻ പറഞ്ഞു. അപ്പൊ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇപ്പൊ നോർമലി ഇപ്പം ഒരു ഇഷ്യൂ ഇല്ല, കുഴപ്പമൊന്നുമില്ല, യൂട്രസ് ഒക്കെ പ്രശ്നമൊന്നും ഇല്ല. പക്ഷെ ഈ ഓവർ ബ്ലീഡിങ്ങിന് PCOD-യുടെ ആ പ്രശ്നം കൊണ്ടാണ് വരുന്നത്. അത് ജിമ്മിന് പോയി കുറച്ച്, എനിക്കിപ്പോ 67 കിലോ വെയിറ്റ് ഉണ്ട്. എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പം ആ വെയിറ്റിന് കുറച്ചും കൂടെ കുറച്ചൊരു 60 കിലോ ഒക്കെ ആക്കുവാണെങ്കിൽ ചിലപ്പം ഇതങ്ങ് ഒരു കുഴപ്പവും ഇല്ലാണ്ടും, പിന്നെ ഇപ്പൊ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒന്നും ഇല്ലല്ലോ, ഇല്ല, അതും വരാതിരിക്കാനും ജിമ്മിന് പോയി വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പോന്നു. അപ്പം 31 years ആയി. ഓക്കെ മാഡം. ടാബ്ലറ്റ് എടുക്കുന്നുണ്ടോ എന്തെങ്കിലും PCOD-യുടെ ഇഷ്യൂ? ഡയറ്റ് എണ്ണ പലഹാരങ്ങളൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ അധികം ടാബ്ലറ്റ് ഒന്നും ഇല്ല മാഡം. അങ്ങനെയൊന്നും എനിക്ക് അതിന്റെ ഇഷ്യൂ ഇല്ല. ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിക്കോഷൻ എടുക്കാനാ പറഞ്ഞത്, അധികമായിട്ട് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ. എനിക്ക് തോന്നുന്നു എല്ലാ നോർമൽ ഒരു 30 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ഈ PCOD പ്രശ്നം ഇപ്പൊ എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്. അങ്ങനെ അപ്പൊ ഞാൻ എന്തായാലും ചെയ്യാന്ന് വിചാരിച്ച് കുറച്ച് നാള് പോവും, പിന്നെ കുറച്ചാള് കുഞ്ഞുങ്ങൾക്ക് വയ്യാതാവും, ജിമ്മിന് പോകൂല, അങ്ങനെയൊക്കെ ഇങ്ങനെ പോകും. ഓക്കെ മാം. ഇനി ആരാണ്? ആർക്കുമില്ല? ആർക്കില്ലാതിരിക്കട്ടെ, എന്നാലും ഞാൻ ചോദിച്ചതാണ്. എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും ഇഷ്യൂസോ നിങ്ങൾ നേരിടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഡിഫ്തീരിയയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ? എന്തൊക്കെയാണ് ഡിഫ്തീരിയയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഡിഫ്തീരിയ ടീച്ചർ അങ്ങനെ നോട്ടായിട്ട് പറഞ്ഞു തന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. ഇന്ന് പഠിപ്പിക്കാന്നാ പറഞ്ഞേ.
ഇമ്മ്യൂണൈസേഷൻ വരെയാണ് ലാസ്റ്റ് നിർത്തിയത്. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റോറി പോലെ ആക്കിയാ പറഞ്ഞു തന്നെ. ഓക്കെ, അതിന്റെ ഹിസ്റ്ററി ആണല്ലേ പറഞ്ഞത്? അതെ അതെ. ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, എന്നാലും ഒന്നും കൂടി പറയുവാണ്. പണ്ട് കാലത്ത് ഡിഫ്തീരിയ അറിയപ്പെടുന്ന പേര് കില്ലർ ഡിസീസ് എന്നാണ്. അത് പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. ഓക്കെ. പിന്നെ ഏത് ബാക്ടീരിയയാണ് ഡിഫ്തീരിയ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞു. കൊറിനി ബാക്ടീരിയ. കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണ്. 2-5 ഡേയ്സിനുള്ളിലാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു ഡിഫ്തീരിയ രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഡ്രോപ്സ് അല്ലെങ്കിൽ ചെറുകണികകളിലൂടെയാണ് ഈ രോഗം പകരുന്നത്. പിന്നെ അതുപോലെ തന്നെ രോഗി ഉപയോഗിക്കുന്ന, അതായത് ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഉപയോഗിക്കുന്ന കർച്ചീഫുകള്, അതുപോലെ ഗ്ലാസ് വെസൽസ്, പാത്രങ്ങള്, ഇതൊക്കെ മറ്റൊരാള് യൂസ് ചെയ്യുന്നതിലൂടെയും ഈ രോഗം പകരാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചില രോഗികള് പുറമേ രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ലെങ്കിലും രോഗം പിടിപെടാനുള്ള ഒരു 6 ആഴ്ചക്കാലത്തോളം രോഗം പരത്താനുള്ള ഒരു ശേഷി ഈ ഒരു ബാക്ടീരിയക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിഫ്തീരിയ ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന വിഷസമാനമായ ടോക്സിനുകളാണ് ഈ രോഗത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നത്. അതുവരെ പറഞ്ഞു നിർത്തിയിരുന്നു അല്ലെ? ആണോ? അതെ. ഓക്കെ. പിന്നെ നമുക്ക് ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, സിംറ്റംസ് പറഞ്ഞായിരുന്നോ? ടീച്ചർ നോട്ടായിട്ട് നമ്മൾ അങ്ങനെ എഴുതിയിട്ടില്ലായിരുന്നു. പെട്ടെന്നൊന്ന് ഒരു സ്റ്റോറി പോലെ പറഞ്ഞത്, അതുകൊണ്ട് സിംറ്റംസ് ടീച്ചർ പറഞ്ഞ ഓർമ്മയില്ല, നമ്മളെ നോട്ട് എഴുതിയിട്ടില്ല. ഓക്കെ. അപ്പൊ ഞാൻ സിംറ്റംസ് പറയാം, നിങ്ങളൊന്ന് കേട്ടിരിക്കുക. അതായത് സാധാരണ ഒരു ജലദോഷം പോലെ തന്നെയാണ് ആദ്യമായിട്ട് ഉണ്ടാവുക. അതായത് ഇതിന്റെ തുടക്കത്തില് സാധാരണ ഒരു ജലദോഷപ്പനി പോലെ ഉണ്ടാവും. പിന്നെ മൂക്കിൽ നിന്ന് വെള്ളം വരും, പിന്നെ ചുമ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഉമിനീരിറക്കുമ്പോൾ വേദന അനുഭവപ്പെടും. പിന്നെ ഇതിനെ ഏറ്റവും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള, അതായത് ഇത് ഡിഫ്തീരിയ ആണെന്ന് ഏത് ഒരു ഡോക്ടർക്കും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സിംറ്റം ഉണ്ട്. ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിംറ്റം ആണ്. അതായത് നമ്മൾ വാ തുറന്ന് നോക്കുന്ന സമയത്ത് ഒരു വെള്ള പാട് പോലെ കാണപ്പെടും. അതായത് നമ്മൾ ഈ വാ തുറക്കുമല്ലോ, അപ്പൊ ഈ ഉൾഭാഗത്തായിട്ട്, അതായത് വായുടെ അറ്റത്തായിട്ട് ഒരു വെള്ള കളറിലെ പാട, നമ്മുടെ ഈ പാൽപ്പാടയൊക്കെ ഇല്ലേ, പാല് കുറച്ച് സമയം ഇരിക്കുമ്പോൾ പാട കിട്ടില്ലേ, കണ്ടിട്ടില്ലേ അത്? അതുപോലെ തന്നെ വാ തുറന്ന് നോക്കുന്ന സമയത്ത് ഉള്ളിലായിട്ട് ഒരു വെള്ളപ്പാട് പോലെ കാണാനായിട്ട് സാധിക്കും, ഒരു മെംബ്രെയിൻ പോലെ കാണാനായിട്ട് സാധിക്കും. പിന്നെ തലവേദന ഉണ്ടാകും, ഛർദി ഉണ്ടാകും, ഹാർട്ട് ബീറ്റിൽ വ്യത്യാസം വരാം, കൈകാലുകൾ തളർന്നു പോകാം. പിന്നെ അതുപോലെ തന്നെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു ഇതാണ് ഈ ഒരു ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ കോമൺ സിംറ്റംസ്. പിന്നെ ശ്വാസതടസ്സം, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ സൗണ്ടില് ചിലപ്പോൾ വ്യത്യാസം വരാം. അപ്പോ നമ്മൾ ആദ്യം വിചാരിക്കും സാധാരണ ഒരു ജലദോഷപ്പനിയാണ്, അല്ലെങ്കിൽ ഒരു പനിയുടെ എല്ലാത്തരം ലക്ഷണങ്ങളും ഈ ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗത്തിന് ഉണ്ടാകും. അതിന്റെ കൂടെ തന്നെ ഈ ഒരു വെള്ളപ്പാട് ഉണ്ടാകും. അതായത് നമ്മൾ ഈ ഡിഫ്തീരിയ, അതായത് കുഞ്ഞുങ്ങൾക്കാണല്ലോ കൂടുതലായിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. കുഞ്ഞിനെ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടർ, അതായത് ഇത് തൊണ്ടയിലെ സ്വാബ് അല്ലെങ്കിൽ സ്രവം എടുത്തിട്ടാണ് ഇതിന്റെ പരിശോധനയ്ക്ക് അയക്കുന്നത്. ഡിഫ്തീരിയയുടെ, അതായത് ആ രോഗനിർണയം നടത്തുന്നത് തൊണ്ടയിലെ സ്രവം അല്ലെങ്കിൽ സ്വാബ് എടുത്തിട്ടാണ്. അപ്പോ അത് എടുക്കുന്നതിന് മുമ്പായിട്ട് ഡോക്ടർ ഏകദേശം ഒരു കാര്യം, അതായത് ഡിഫ്തീരിയ ആണെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വാ തുറന്ന് നോക്കും കുട്ടിയുടെ. അപ്പൊ വാ തുറന്ന് നോക്കുമ്പോൾ ഈ വെള്ളപ്പാട് പോലെയാണ് കാണപ്പെടുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട്, ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, വഴുകാതെ തന്നെ. അപ്പൊ എത്രയും പെട്ടെന്ന്, അതായത് വളരെ പെട്ടെന്ന് ഡോക്ടേഴ്സിനായാലും മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനായാലും എന്താ പറയാ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിംറ്റം ആണ് ഈ വായില് വെള്ളപ്പാട് പോലെ ഈ മെംബ്രെയിൻ രൂപപ്പെടുക എന്നുള്ളത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ സാധാരണഗതിയിൽ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഡിഫ്തീരിയ ഉണ്ടാകുന്നത്.
സാധാരണ നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് ഡിഫ്തീരിയ പിടിപെടുന്നത്. പിന്നെ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ മുതിർന്നവരിലേക്കും അത് പാസ് ചെയ്യാം. ഇപ്പോ കുട്ടിയുമായിട്ട് ക്ലോസ് ഇടപെടുന്ന അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള മറ്റാർക്കെങ്കിലും അങ്ങനെ ഈ രോഗം സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള വാക്സിനേഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ ഇത് വരാതെ നോക്കാൻ ഒരു പരിധി വരെ വാക്സിനേഷൻ കൊണ്ട് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് മുൻകൂട്ടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാക്സിനേഷൻ എടുക്കണം. കറക്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കണം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഇപ്പൊ വാക്സിനേഷൻ 100% ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഏകദേശം ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 90 to 95% ഇതിനെ പ്രിവെന്റ് ചെയ്യുന്ന വാക്സിനാണ് DPT വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞു DPT ഷോർട്ട് ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പോ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. ഇതൊരു നോട്ടിഫയബിൾ ഡിസീസ് ആണ്. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു രോഗം തന്നെയാണ് ഈ ഡിഫ്തീരിയ എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് ആണ്, മറ്റു രോഗങ്ങളെ അപേക്ഷിച്ച് ഇതിന്റെ മരണനിരക്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇതിന്റെ വാക്സിൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. DPT വാക്സിൻ നമ്മൾ കൊടുക്കുന്നത്, അതായത് ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ്, ഈ 3 രോഗങ്ങൾക്കും ഒരുമിച്ചാണ് നമ്മൾ DPT ഷോർട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഡിഫ്തീരിയക്ക് മാത്രമല്ല, പെർട്ടൂസിസിനും അതുപോലെ തന്നെ ടെറ്റനസിനും എന്ത് ചെയ്യാറുണ്ട്, ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് DPT ഷോർട്ട്. ഓക്കെ, അപ്പോ ആരെങ്കിലും ഒരാൾ ഒന്ന് വായിക്കാമോ? Diphtheria, pertussis and tetanus. Anyone? Immunization against these 3 diseases is given in one connected shot, the DTP shot. The first is given when the baby is 6 weeks old, followed by a second at 10 weeks and a third at 14 weeks. At 18 months and again at 4.5 years, the booster DPT shot is given. Between the ages of 12 and 14 years, the child is given a booster for diphtheria and tetanus, but not for pertussis. Explain ചെയ്യാമോ? These diseases are given. അതായത് ഈ 3 ഡിസീസസിനുള്ള ഡിപ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് 3നും ഉള്ള ഇമ്മ്യൂണൈസേഷൻ ഒറ്റ ഡോസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ആദ്യത്തെ ഡോസ് കൊടുക്കുന്നത് ബേബി 6 വീക്സിൽ ആയിരിക്കുമ്പോഴാണ്. അതിനുശേഷം 10 വീക്സിൽ കൊടുക്കും രണ്ടാമത്തെ ഡോസ്, 14 വീക്സിൽ മൂന്നാമത്തെ ഡോസ് കൊടുക്കും. അതിനുശേഷം 18 മന്ത്സിൽ again at 4.5, 18 മന്ത്സിൽ അടുത്ത ഡോസ് കൊടുക്കുന്നു. പിന്നെ 4.5 വയസ്സിൽ അടുത്ത ഡോസ് കൊടുക്കുന്നു. ഇതെല്ലാം ബൂസ്റ്റർ ഡോസുകളാണ്. ആദ്യം കൊടുത്ത ഡോസിന് ശേഷം പിന്നീടുള്ളതെല്ലാം ബൂസ്റ്റർ ഡോസ് ആണ്. ബിറ്റ്വീൻ 12 ആൻഡ് 14 ഇയേഴ്സ് വീണ്ടും നമ്മൾ ബൂസ്റ്റർ ഡോസ് അഗെയിൻ കൊടുക്കുന്നു. പക്ഷെ അപ്പോൾ നമ്മൾ പെർട്ടൂസിസിന് കൊടുക്കുന്നില്ല, ഡിഫ്തീരിയക്കും ടെറ്റനസിനുമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ DPT വാക്സിൻ ഞാൻ പറഞ്ഞു 3 രോഗങ്ങൾക്കും ഒരുമിച്ചിട്ടാണ് ഈ DPT ഷോട്ട് കൊടുക്കുന്നത്. അതിനകത്ത് ആദ്യം നമ്മൾ കൊടുക്കുന്നത് DPTയുടെ വാക്സിൻ കൊടുക്കുന്നത് 6th വീക്കിലാണ്. ഓക്കെ, കുട്ടിക്ക് 6 ആഴ്ച പ്രായമുള്ളപ്പോഴാണ് ആദ്യത്തെ ഡോസ് കൊടുക്കുന്നത്. ദെൻ അതിനെ തുടർന്ന് 10th വീക്ക്, അതായത് കുഞ്ഞിന് 10 ആഴ്ച പ്രായമുള്ളപ്പോൾ രണ്ടാമത്തെ ഡോസ് കൊടുക്കുന്നു. അതിനുശേഷം അതിനെ ഫോളോ ചെയ്തുകൊണ്ട് 3ാമത്തെ വീക്ക്, അതായത് 14th, 3ാമത്തെ ഡോസ് 14th വീക്കിൽ കൊടുക്കുന്നു. അപ്പോ ആദ്യത്തേത് 6th വീക്കിലും, രണ്ടാമത്തേത് 10th വീക്കിലും, 3ാമത്തേത് 14th വീക്കിലും കൊടുക്കുന്നു. ഈ 3 ഡോസുകളെ ഒരുമിച്ച് പറയുന്ന പേരാണ് DPTയുടെ പ്രൈമറി ഡോസ്. ഓക്കെ, ക്ലിയർ ആണോ? 6th വീക്കിലും അതുപോലെ തന്നെ 10th വീക്കിലും 14th വീക്കിലും കുഞ്ഞിന് DPTയുടെ ഡോസുകൾ കൊടുക്കും. ഈ 3നെയും കൂടി ഒരുമിച്ച് പറയുന്നതാണ് DPT പ്രൈമറി ഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ
അടുത്തത് അതായത് ഈ ഒരു പ്രൈമറി ഡോസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബൂസ്റ്റർ ഡോസ് കൊടുക്കും. ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നത് പിന്നീട് 18 മാസം പ്രായമുള്ളപ്പോഴാണ്. ഓക്കെ, അതായത് 1.5 വയസ്സ് 1.5-2 വയസ്സിനിടയിലാണ് ബൂസ്റ്റർ കൊടുക്കുന്നത്. അതിനുശേഷം 4.5 വയസ്സിൽ കൊടുക്കും. 4 to 5 ആ ഒരു ഏജ് ബിറ്റ്വീൻ ആ ഒരു ഏജ് പീരീഡിൽ കൊടുക്കാറുണ്ട്. അതിനുശേഷം പിന്നീട് 12 to 14 ആ വയസ്സിനിടയിൽ ഒരു ബൂസ്റ്ററും കൂടെ കൊടുക്കാറുണ്ട്. അത് പക്ഷെ ഡിഫ്തീരിയക്കും ടെറ്റനസിനുമായിട്ടാണ്, പെർtusസിനായിട്ടല്ല. അപ്പൊ ഇങ്ങനെയാണ് ആദ്യം പ്രൈമറി ഡോസ് കൊടുക്കുന്നു, പിന്നീട് ഓരോ ഏജ് ഗ്രൂപ്പുകളിലായിട്ട് ഇതിന്റെ ബൂസ്റ്റർ ഡോസുകളുമാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള വാക്സിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡിഫ്തീരിയ രോഗം പ്രിവെന്റ് ചെയ്യാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാം, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അത് കൂടിക്കഴിഞ്ഞാൽ, അതായത് രോഗം ഗുരുതരമായി കഴിഞ്ഞാൽ, ഇപ്പോ ഞാൻ പറഞ്ഞു ചില കേസിലൊക്കെ രോഗം ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ചില താമസം വരും. അപ്പോ അതായത് സിംറ്റംസ് ഒന്നും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, പക്ഷെ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനും രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മരണ നിരക്കും കൂടുതലായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ തടയുക എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് കറക്റ്റ് സമയത്ത് ബേബിക്ക് വാക്സിനേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? DPT വാക്സിനെ കുറിച്ച് മനസ്സിലായോ? ഓക്കെ, ഡിഫ്തീരിയയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഫാമിലിയിലോ അല്ലെങ്കിൽ നെയ്ബർ സൈഡിലുള്ള ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല, ആരും കേട്ടിട്ടില്ല. ഇതിന്റെ റീസൺ എന്താ ശരിക്കും വരാനുള്ള? റീസൺ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ബാക്ടീരിയ ആണ് വരുത്തുന്നത്. റീസൺ നമുക്ക് അതായത് പലതരത്തിലുള്ള ബാക്ടീരിയസ് ഉണ്ട് നമുക്ക് സറൗണ്ടിങ്സിലായിട്ട്. അപ്പൊ ഡിഫ്തീരിയ വരുത്തുന്നത് കൊറോണ ബാക്ടീരിയം എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. അത് ഉള്ളിൽ കയറി കഴിഞ്ഞാലാണ് ഈ അസുഖം വരുന്നത്. അത് ഏതൊരു രോഗമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിഫ്തീരിയ, അതായത് ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ന്യൂസിലൊക്കെ ഉണ്ടാവാറുണ്ട്. 2019-20 വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റീസെന്റ് ആയിട്ട്. അതിനുശേഷം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഒരു വീട്ടിൽ 5 പേർക്ക് ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാമിലിയില്. അപ്പോ അങ്ങനെ ഡിഫ്തീരിയ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ 10 വർഷം കൂടുമ്പോൾ അവിടെ DT വാക്സിൻ കൊടുക്കാറുണ്ട് അവിടുത്തെ ആളുകൾക്ക്. ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് ആ ഒരു DT വാക്സിൻ കൊടുക്കാറുണ്ട്. അതുകൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊണ്ടയിലെ സ്വാബ് അല്ലെങ്കിൽ സ്രവം എടുത്തിട്ടാണ് പരിശോധനയ്ക്ക് അയക്കുക. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്സ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അത് IV ആയിട്ടോ IM ആയിട്ടോ ആയി കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെനിസിലിൻ, എറിത്രോസയാമിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ്സുകൾ അല്ലെങ്കിൽ മരുന്നുകൾ രോഗിക്ക് കൊടുക്കാറുണ്ട് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിഫ്തീരിയയുമായിട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ നമ്മള് ഏതെങ്കിലും ഒരു എറിത്രോസയാമിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്, ഡിഫ്തീരിയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഡിഫ്തീരിയ രോഗിയുമായിട്ട് ഇടപെട്ടെന്ന് വിചാരിക്കുക, നമ്മൾ മിങ്കിൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ല ആൾക്ക് ഡിഫ്തീരിയ ആണെന്ന്. ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും അറിയുന്നത് ആൾക്ക് ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്തതാണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ അയാളുമായിട്ട് ക്ലോസ് ആയിട്ട് മിങ്കിൾ ചെയ്തു, അപ്പൊ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമുക്കറിയാം. അപ്പൊ സഡൻ ആയിട്ട് എറിത്രോസയാമിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് ഡോക്ടേഴ്സ് രോഗികൾക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു 10 ദിവസം അടുപ്പിച്ച് കഴിക്കാനായിട്ട് പറയാറുണ്ട്, അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ പെർട്ടൂസിസ്. പെർട്ടൂസിസ് കേട്ടിട്ടുണ്ടോ? പെർട്ടൂസിസ്, വില്ലൻ ചുമ. വില്ലൻ ചുമ. അപർണ മിസ് ക്ലാസ് എടുത്തപ്പോ കേട്ടിട്ടുണ്ട്. പെർട്ടൂസിസിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപർണ മിസ്
അപർണ മിസ് പറയൂ. അപർണ മിസ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസിനെ പറ്റി ക്ലാസ് എടുത്തപ്പോ അതിനകത്തൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. പെർട്ടുസിസ് അല്ലേ? വൂപ്പിംഗ് കഫ് എന്ന് പറഞ്ഞിട്ട്. വൂഫിംഗ് കഫ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് തുറന്നു പറയാമോ? പഠിച്ചതല്ലേ, അപ്പൊ അറിയാൻ പറ്റുമല്ലോ. കഫ് ഓഫ് 100 days അങ്ങനെയാണ് അതിന് പറയാൻ പറഞ്ഞു. ആ പിന്നെ 100 days 100 ദിവസത്തെ ചുമ. ഓക്കെ, പിന്നെ എന്താണ്? വേറെ ആരെങ്കിലും ഒക്കെ പറയും, മിണ്ടാതിരിക്കല്ലേ. പഠിച്ച കാര്യം തന്നെയല്ലേ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഒരു 2 പേര് പറയാം, അയാളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഹരിത. ഹരിത ആർ. മാം ഓർമ്മ കിട്ടുന്നില്ല. 100 days of മാത്രമേ ഓർമ്മയുള്ളൂ. ഓർമ്മയിട്ടൊന്നില്ല. വേറെ ആരാണ്? അനു ജിനേഷ്. അനു. മിസ് ഒന്നും കൂടെ പറയോ ക്വസ്റ്റ്യൻ? പെർട്ടൂസിസ് അപർണ മിസ് നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോ അതൊന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. പഠിച്ച കാര്യം തന്നെയാണ്, അതൊന്ന് ഓർത്തെടുത്ത് പറയും. മിസ് അന്നത്തെ ക്ലാസ്സിൽ ഞാൻ കേറിയിട്ടില്ല. കേട്ടിട്ടില്ല. റെഗുലർ കഫ് കണ്ടിന്യൂസ് കഫാണ് അതിന്റെ സിംറ്റം എന്ന് എനിക്ക് തോന്നുന്നു. ആ ഓക്കെ. ജിഷ. ടീച്ചർ എന്റെ ബാക്ടീരിയ ബോർബെറ്റല്ലയോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞെന്ന് തോന്നുന്നു. 100 days of cough എന്ന് പറയുന്നു. Then it is spread through droplet ഇത് ബിലോ 5 years ഉള്ള കുട്ടികൾക്കാ വരുന്നത് ഏജ്. ഓക്കെ. പിന്നെ ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ബ്രീത്തിങ്ങിൽ വീക്ക് വരും, പിന്നെ വൊമിറ്റിംഗ്, അതൊക്കെയാണ് സിംറ്റംസ് എന്ന് പറഞ്ഞ ഒരു ഓർമ്മ ടീച്ചർ. ഇതൊരു ഇൻഫെക്ഷൻ ആണ്. നൂറ് ദിവസം വരെ നീണ്ടു നിൽക്കും ചുമ എന്ന് പറയുന്നു. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും? 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് സാധാരണ ഈ ചുമ കാണുന്നത്. ചെറിയ കുട്ടികൾക്ക് നിർത്താതെയുള്ള ചുമയായിരിക്കും ഇതിന്റെ സിംറ്റംസ്. കോമൺ ആയിട്ടുള്ളൊരു ചിൽഡ്രൻ ഡിസീസ് ആണ്. ഇതിന് കറക്റ്റ് സമയത്ത് ചികിത്സ നൽകിയില്ലെങ്കിൽ കുട്ടികൾക്ക് മരണം വരെ സംഭവിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പോ ഏകദേശം ഒരു ധാരണയുണ്ട്. വൂഫിംഗ് കഫ് എന്നാണ് ഇതിനെ പറയാ. പെർട്ടുസിസ് കുട്ടികളിലാണ് സാധാരണയായിട്ട് ഈ രോഗം കണ്ടുവരുന്നത്. ചെറിയ ചുമയിൽ തുടങ്ങി പിന്നെ വളരെ വലിയ രീതിയിൽ നിർത്താതെ ചുമയ്ക്കുകയും ഒടുവിൽ ചുമച്ച് ഛർദിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് ഫസ്റ്റിലെ, അതായത് ആദ്യമേ തന്നെ വലിയ ചുമയായിരിക്കില്ല, ചെറിയ ചുമയായിരിക്കും. ചെറിയ ചുമയിലായിരിക്കും തുടങ്ങുന്നത്, പിന്നീട് വളരെ വലിയ രീതിയിൽ നിർത്താതെ ചുമയ്ക്കും, ഒടുവില് ചുമച്ച് ഛർദിക്കും. ഓക്കെ, ചിലപ്പോൾ ഛർദിക്കുമ്പോൾ ബ്ലഡ് ചിലപ്പോൾ വൊമിറ്റ് ചെയ്യാം, കാരണം ഭയങ്കരമായിട്ട്, അതായത് ഏത് സമയം ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്റേണൽ, അതായത് ബ്രെയിനിനെയൊക്കെ ബാധിച്ച് നെർവസ് സിസ്റ്റത്തിനൊക്കെ ബാധിച്ച് ചിലപ്പോൾ ബ്ലഡ് ആയിരിക്കും ചിലപ്പോൾ വൊമിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അസുഖമാണ് ഈ ഒരു പെർട്ടുസിസ് എന്ന് പറയുന്നത്. പിന്നെ 100 ദിവസത്തെ ചുമ എന്നാണ് പറയുന്നത്, കാരണം ഇത് കുറച്ച് ദിവസമല്ല നിൽക്കുന്നത്, കുറേ ദിവസങ്ങളിലായിട്ടാണ് ഈ ചുമ ഉണ്ടാവുന്നത്. ചുമ മാറില്ല, കുഞ്ഞ് എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കും, നമുക്ക് കണ്ട സഹിക്കില്ല, അത്രയും ഭയങ്കരമായിട്ടുള്ള ചുമയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സിംറ്റം. പിന്നെ ബോർഡല്ല പെർട്ടുസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ ഒരു രോഗകാരി എന്ന് പറയുന്നത് കേട്ടോ. ബോർഡല്ല പെർട്ടുസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ. പിന്നെ അതുപോലെ തന്നെ ചുമയുടെ ഒപ്പം തന്നെ നേരിയ പനി ഉണ്ടാകും, മൂക്കൊലിപ്പ് ഉണ്ടാകാം, പിന്നെ ശ്വാസം ഉള്ളിലേക്ക് കിടക്കുമ്പോൾ വലിയ രീതിയിൽ ഒച്ച ഉണ്ടാകാം. അതായത് നമുക്കറിയാലോ, ഇപ്പൊ ആസ്മയൊക്കെ വന്നു കഴിഞ്ഞാല് വിസിലടിക്കുന്ന പോലെയാണ് അല്ലെ നമുക്ക് ശബ്ദം ഉണ്ടാകുക. ആസ്മ ഉള്ളവരാരെങ്കിലും ഉണ്ടോ? നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ശ്രീജ, ആസ്മയുടെ പ്രശ്നം ആണോ നേരത്തെ പറഞ്ഞത്? അല്ലല്ല, സൈനസ് ഇൻഫെക്ഷൻ ആണ്. സൈനസിന്റെ ആണല്ലേ? ഓക്കെ. ആസ്മയുള്ളവർക്ക് അറിയാം, അതായത്
കഫക്കെട്ട് ഉണ്ടാവും, കഫ് ഉണ്ടാവും നല്ല രീതിയിൽ. അതോടൊപ്പം നമുക്ക് നമ്മൾ ചുമക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഒരു വിസിലടിക്കുന്ന പോലെ ഒച്ച ഉണ്ടാകാം. നെഞ്ചിൽ ഭയങ്കര പ്രയാസമായിരിക്കാം, അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ സമയം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോ ഈ ഒരു ചുമ, അതായത് പെർക്കിസസ് എന്ന് പറയുന്ന രോഗത്തിന്റെയും പ്രത്യേകത അതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലിയ രീതിയിൽ ഒച്ച ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ശരീരത്തിന് ചെറുതായിട്ട് ബ്ലൂ കളർ, കേട്ടോ, നീല നിറം കാണാനായിട്ട് ഇടയുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളില് ഇത് വന്നു കഴിഞ്ഞാൽ കഠിനമാകാനുള്ള, അതായത് തീവ്രമാകാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കറിയാം ഈ ചുമ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയ ചെറിയ കുഞ്ഞുങ്ങള്, 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും അല്ലെ അത് വരുന്ന സമയത്ത്. ആണോ? നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിയേ. ശരിയല്ല ഞാൻ പറയുന്നേ? നമുക്ക് കണ്ടെടുക്കാനായിട്ട് സാധിക്കോ? അത്രയും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞു കുട്ടികൾക്ക് ഇത് വന്നു കഴിഞ്ഞാല്, കേട്ടോ. അതുപോലെ തന്നെ ഈ ചുമയുടെ തീവ്രത അല്ലെങ്കിൽ അതിന്റെ ഒരു സിവിയറിറ്റി മൂലം തലച്ചോറില് ബ്ലീഡിങ് ഉണ്ടാവും. അതായത് ഇന്റേണൽ ബ്ലീഡിങ് ബ്രെയിനില്. അതായത് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ആസ്മയോ അല്ലെങ്കിൽ പനിയോടനുബന്ധിച്ച് എന്തെങ്കിലും ചുമയോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞാല് നമ്മൾ ചുമക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മുടെ തല ഭയങ്കരമായിട്ട് ടൈറ്റ് ആകുന്നത് പോലെ അനുഭവപ്പെടാറുണ്ട്, ഇല്ലേ? അങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? തലയ്ക്ക് എന്തെങ്കിലും ഭാരം അല്ലെങ്കിൽ തല പൊട്ടുന്നത് പോലെയൊക്കെ തോന്നാറുണ്ടോ ചുമയ്ക്കുമ്പോ? അപ്പോ ഇതുപോലെ തന്നെ, അതായത് ഈ നിർത്താതെയുള്ള ചുമയില് ചിലപ്പോ തലച്ചോറില് രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വന്നാല് രോഗത്തിന്റെ കാഠിന്യം കൂടാനുള്ള ചാൻസും കൂടുതലാണ്, കേട്ടോ. പിന്നെ വെന്റിലേറ്റർ ചികിത്സ, അതായത് രോഗിക്ക് രോഗം അതായത് സിവിയറിറ്റി കൂടിക്കഴിഞ്ഞാല് വെന്റിലേറ്റർ ചികിത്സയാണ് കൊടുക്കാറുള്ളത് കൂടുതലും, അതായത് തീവ്രമായി കഴിഞ്ഞാലുള്ള കേസുകളിൽ, കേട്ടോ. പിന്നെ അതുപോലെ തന്നെ രോഗി ഇപ്പൊ ഞാൻ പറഞ്ഞു, അതായത് പെർട്ടുസിസ് ഡയഗ്നോസ് ചെയ്ത ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി തുമ്മുമ്പോഴും അതുപോലെ തന്നെ ചുമയ്ക്കുമ്പോഴും ആ തെറിക്കുന്ന ചെറു കണികകൾ അല്ലെങ്കിൽ ഡ്രോപ്സിലൂടെയാണ് ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത്. പിന്നെ കൂടുതലായിട്ട് പെർട്ടുസിസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ചേരി പ്രദേശങ്ങളിലാണ്, കേട്ടോ. അതായത് സ്ട്രീറ്റ് ഏരിയാസ് ഒക്കെ ഉണ്ടല്ലോ, തിങ്ങി പാർക്കുന്ന ഏരിയ. നമ്മുടെയൊക്കെ ഇവിടെ അധികം അങ്ങനെ കാണാൻ പറ്റില്ല, എന്നാലും നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. സ്ട്രീറ്റ് ഏരിയാസും കാര്യങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട്. അവിടെയൊക്കെ ആളുകൾ തിങ്ങിയാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഈ രോഗം കൂടുതൽ വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 7 to 14 ഡേയ്സിലാണ് ഈ ഒരു എന്താ പറയാ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് ബാക്ടീരിയ ഉള്ളിൽ ചെന്ന് അത് സ്പ്രെഡ് ആവാനുള്ള ഡേയ്സ് എന്ന് പറയുന്നത് 7 to 14 ഡേയ്സ് ആണ്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് മൂക്ക് മുതൽ, അതായത് നമ്മുടെ ലങ്സ് വരെ, ശ്വാസനാളി വരെ ഈ ബാക്ടീരിയ പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ, മറ്റ് ബാക്ടീരിയ പോലെയല്ല, ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇത് മൂക്ക് മുതല് നമ്മുടെ ലങ്സ് ഉണ്ടല്ലോ ആ ഭാഗം വരെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് ഈ പെർട്ടുസിസ് വന്ന ഒരാൾക്ക് നേരിടേണ്ടി വരുന്നത്, കേട്ടോ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പനി ഉണ്ടാകും, ജലദോഷം ഉണ്ടാകും. പിന്നെ സെക്കൻഡ് സ്റ്റേജ് ചുമ, അതായത് നിർത്താതെയുള്ള ഭയങ്കരമായിട്ടുള്ള ചുമ ഉണ്ടാകും. പിന്നെ ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ ശരീരത്തിൽ ചില പാടുകൾ, ബ്ലൂ കളർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ തൊണ്ടയിൽ, ത്രോട്ടിൽ നിന്ന് സ്വാബ് എടുത്തിട്ടാണ് പരിശോധന കഴിക്കുന്നത്.
സോറി കേട്ടോ, സിസ്റ്റം പെട്ടെന്ന് ഓഫ് ആയി പോയതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഞാൻ പറഞ്ഞ നേരിയ പനി, ജലദോഷം എന്നിവ ഉണ്ടാവും. അതുപോലെ സെക്കൻഡ് സ്റ്റേജിൽ നിർത്താതെയുള്ള ചുമ ഉണ്ടാവും. ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ ശരീരത്തിൽ ചില പാടുകൾ അല്ലെങ്കിൽ ബ്ലൂ കളറിലുള്ള ചില അടയാളങ്ങൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പെന്റാവാലന്റ്. ഓക്കെ, പെന്റാവാലന്റ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ DPT വാക്സിൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഡി ടാപ്പ് കൊടുക്കാറുണ്ട്, ടി ടാപ്പ് കൊടുക്കാറുണ്ട്. അത് നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ. പെന്റാവാലന്റ് ട്രീറ്റ്മെന്റ് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നില്ലേ? ആ, അപ്പോ ട്രീറ്റ്മെന്റ് ഒന്ന് എഴുതുക, എന്നിട്ട് പെന്റാവാലന്റ് ആദ്യം എഴുതുക. DPT എന്ന് സെക്കൻഡ് എഴുതുക. പെന്റാവാലന്റ് ആണ് മാം. ഒന്നും കൂടി പറയോ? പെന്റാവാലന്റ്, 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 പെന്റാവാലന്റ്. Then second one DPT. Then third one DTAP. ക്യാപിറ്റൽ ലെറ്റർ D ആണ് ട്ടോ, ഡോഗിന്റെ D. DTAP, TAP. ഈ DTAP കൊടുക്കുന്നത് കുട്ടികൾക്കാണ് കേട്ടോ. കുട്ടികൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ DTAP എന്ന് പറയുന്ന മരുന്ന് കൊടുക്കാറുണ്ട്. DTAP കേട്ടോ, DTAP. Then അതിന് തൊട്ട് താഴെ എഴുതുക TDAP, തിരിച്ചിടുക അതിനെ. ഓക്കെ, TDAP, T ഇട്ടോ, 10ന്റെ T. TDAP, DAP, TDAP. ഈ TDAP കൊടുക്കുന്നത് മുതിർന്നവർക്കാണ്. ഓക്കെ, DTAP കൊടുക്കുന്നത് കുട്ടികൾക്കും TDAP കൊടുക്കുന്നത് മുതിർന്നവർക്കുമാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഡിഫ്തീരിയ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ പെർട്ടൂസിസ് ഡിസ്കസ് ചെയ്തു. പെർട്ടൂസിസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽപ്പെട്ട ആർക്കെങ്കിലോ പെർട്ടൂസിസ്? ഒന്നും കേട്ടിട്ടില്ല? ഇല്ല, വളരെ നല്ല കാര്യം. ഇതിനെ കുറിച്ച് യാതൊരു ഇതില്ല അല്ലെ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വൺ ടെറ്റനസ് ആണ്. ടെറ്റനസ് അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? എന്താണ് ടെറ്റനസ്? The germs enter the body through injuries. അതാണോ?
സോറി കേട്ടോ, ഈ കറണ്ട് പോകുമ്പോൾ ഇവിടെ സിസ്റ്റം ഓഫ് ആയി പോകുന്നു, അതുകൊണ്ടാണ് കേട്ടോ, സോറി. ആ നേരത്തെ ആരാണ് പറഞ്ഞത്? ആൻസി ആണോ പറഞ്ഞത് ടെറ്റനസിനെ കുറിച്ച്? അതെ ടീച്ചർ. പറഞ്ഞോളൂ. The germs enter the body through injuries. അതാണോ ടീച്ചർ? അതെ അതെ. അത് നെർവസ് സിസ്റ്റത്തിലോട്ട് അത് നമുക്ക് ഇത് അപർണ മിസ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ. ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. എന്തൊക്കെയാ പറഞ്ഞത് ക്ലാസ് എടുത്തപ്പോ? സാധാരണ മുറിവുകളിലൂടെയാണ് ഇതിന് അണുബാധ ഉണ്ടാകുന്നത്. നമ്മള് കൗഡങ്, ഹോട്ട്സ്ഡങ് പോലെയുള്ളതൊക്കെ അതിലൊക്കെ ചവിട്ടുമ്പോൾ കുട്ടികളൊക്കെ ചെരുപ്പില്ലാതെയൊക്കെ വെളിയിൽ പോകുമ്പോൾ മുറിവുകളുണ്ടെങ്കിൽ അണുബാധ അങ്ങനെ ഉണ്ടാകുന്നു. നമുക്ക് മസിൽസിനൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ രോഗം വരുമ്പോൾ. പിന്നെ ക്ലോസ്ട്രീഡിയം ടെറ്റനി ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു വൈറസാണ് ഇത് പരത്തുന്നത്. ബാക്ടീരിയ ആണ് ഇതിനെ സ്പ്രെഡ് ചെയ്യുന്നത്. അപർണമ്മ അത്രയൊക്കെ ആയിരുന്നു പറഞ്ഞു തന്നൊരു ഓർമ്മ. ഞാൻ പറഞ്ഞോട്ടെ എന്നാ? ഓക്കെ. അതായത് ടെറ്റനസ് എന്ന് പറയുന്ന രോഗം പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് കുതിരസന്നി എന്നാണ്. കേട്ടിട്ടുണ്ടോ കുതിരസന്നി? അതായത് കുതിര, പശു അങ്ങനെയുള്ള ജീവികളുടെ കേട്ടിട്ടില്ല, ചാണകം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഉണ്ടാകുന്ന ബാക്ടീരിയ ആണെന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിനെ കൂടുതലായിട്ട് വിശേഷിപ്പിച്ചിരുന്നത് പണ്ട് കാലത്തൊക്കെ കൂടുതൽ അറിയപ്പെട്ടിരുന്നത് കുതിരസന്നി എന്നാണ് ടെറ്റനസ്. പിന്നെ ടെറ്റനസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് കേട്ടോ. ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്. ഇത് കൂടുതലായിട്ടും മണ്ണിൽ ഉണ്ടാകുന്ന രോഗാണുവാണ്. മണ്ണിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ ചെളിയിലൊക്കെ കളിക്കുമ്പോൾ, അതായത് പുറത്തൊക്കെ കളിക്കുന്ന സമയത്ത് ഇപ്പോ കുട്ടികളുടെ ദേഹത്തൊക്കെ അല്ലെങ്കിൽ കൈ, കാൽ അങ്ങനെയുള്ള പാർട്സിലൊക്കെ എന്താ പറയാ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ അതിലൂടെ, അതായത് മണ്ണിലാണ് അല്ലെങ്കിൽ ചെളിയിലൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പോ ഈ മുറിവുകളിലൂടെ ഈ രോഗാണു ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ മെയിൻ എൻട്രി എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ മസിൽസ്, അതായത് മാംസപേശികൾ വലിഞ്ഞു മുറുകി ചലിക്കാൻ പറ്റാതെ വരാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. പിന്നെ മെയിൻ ആയിട്ടും നമ്മുടെ ഫേസ് ഉണ്ടല്ലോ, നമ്മുടെ മുഖം, ഓക്കെ, ഫേസിലെ നമ്മുടെ ആ ഫേസിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വായിനോട്, നമ്മുടെ ഈ ഒരു വായി ഉണ്ടല്ലോ, മൗത്ത്, അതിനോടനുബന്ധിച്ചിട്ടുള്ള മസിൽസ് ഒക്കെ വലിഞ്ഞു മുറുകി ടൈറ്റ് ആയിട്ടിരിക്കും. ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുകി നമുക്ക് അതിനെ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടൈറ്റ് അവിടെ അനുഭവപ്പെടും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ലോക്ക് ജോ എന്ന് പറയാനായിട്ട് കാരണം. അതായത് മുഖത്തെ, അതായത് ഫേസിലെ പ്രധാനപ്പെട്ട മസിൽസ് അല്ലെങ്കിൽ മാംസപേശികള് വലിഞ്ഞു മുറുകി ചലിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടീഷൻ രോഗിക്ക് വരാം. സോ ഇതിനെ ലോക്ക് ജോ എന്ന് പറയപ്പെടുന്നു. പിന്നെ ഇത് ഉണ്ടാകുന്ന, അതായത് ഇത് ഉണ്ടാകുന്ന പേഷ്യന്റിന് ബ്രീതിങ് ഡിഫിക്കൽറ്റി വരാം. പിന്നെ അതുപോലെ തന്നെ ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ് ഭയങ്കരമായിട്ട് ടൈറ്റ് ആകുന്നത് കാണപ്പെടാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് വരുന്ന സിംറ്റംസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇപ്പോ ഒരു രോഗിക്ക് ആഴത്തിലുള്ള മുറിവുകളൊക്കെയാണ് ഉള്ളതെങ്കിൽ, ഓക്കെ, ആഴത്തിലുള്ളൊരു മുറിവുണ്ടായി, ഒരു ഇഞ്ചുറി പറ്റിയെന്ന് വിചാരിക്കാം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ വാക്സിൻ നമ്മൾ 10 വർഷം കൂടുമ്പോൾ കൊടുക്കാറുണ്ട്. ഓക്കെ, നമുക്കറിയാം, നമ്മള് എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ആശുപത്രിയിലോട്ട് പോകും, അല്ലെ? എന്തിനാ ആശുപത്രിയിലോട്ട് പോകുന്നേ? മുറിവ് ഉണ്ടായി കഴിഞ്ഞാല് TT എടുക്കാനായിട്ട്, അല്ലേ? ഓക്കെ, അപ്പൊ TT എടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം അത് നമ്മളെ സെക്യൂർ ചെയ്യുന്നതാണ്, അല്ലെ? കാരണം നമുക്ക് വേറെ ഒരു പ്രശ്നം വരാതിരിക്കാനാണ്, അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായി നമുക്ക് വേറെ മറ്റു പല അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് പോയിട്ട് TT എടുക്കുന്നത്, അല്ലെ? ഇനി പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് TT എടുക്കാറുണ്ട്. എപ്പോഴാണ് എടുക്കാറുള്ളത്? എത്ര തവണയാണ് എടുക്കാറുള്ളത്?
അതൊന്ന് പറയാമോ? അറിയാമോ? അറിയാൻ പറ്റുമല്ലോ. 3 തവണ എടുക്കും. 3 തവണ. കൊടുക്കും. TT എടുക്കുന്നത് 2 പ്രാവശ്യമാണ് പ്രഗ്നന്റ് ലേഡീസിന്. 3rd monthും 7th monthും. യെസ്. എന്തിനാണ് പ്രഗ്നന്റ് ലേഡീസിന് TT എടുക്കുന്നത്? കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ. അതെ അതെ. അതായത് ന്യൂ ബോൺ ബേബീസിന് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഗ്നന്റ് ലേഡീസിന് ഈ ഒരു TT എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കൊച്ചു കുട്ടികളൊക്കെ, അത് നമുക്കറിയാം, മൃഗങ്ങള് അല്ലെ, ആനിമൽസ് ഉണ്ടല്ലോ, ഇപ്പൊ ഡോഗ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, അങ്ങനെയുള്ള ചില ആനിമൽസ് ഒക്കെ മാന്തുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പോയി TT എടുക്കാറുണ്ട്. ഉണ്ടോ? ഉണ്ട് മാം. എന്തുകൊണ്ടാ? അതായത് ഞാൻ പറഞ്ഞു, കൂടുതലായിട്ട് ഇത് മണ്ണിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ ആണ്. നമുക്കറിയാം ഡോഗ്, ക്യാറ്റ് മുതലായവ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വീടിന് വെളിയിലാണ്, അല്ലെ? ആണോ? വീടിന് വെളിയിലാണോ? അപ്പൊ അവര് നടക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും? അവരുടെ നഖത്തിനിടയിൽ, അതായത് മൃഗങ്ങളുടെ നഖത്തിനിടയിലായിട്ട് ഈ ബാക്ടീരിയ പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ. അപ്പൊ ബാക്ടീരിയ പറ്റിപ്പിടിച്ചിരിക്കുന്ന സമയത്ത് ഇതെങ്ങാനും മാന്തുവാണെങ്കിൽ എന്താണ്, ആ ബാക്ടീരിയ ഡയറക്റ്റ് ആയിട്ട് ബോഡിയിൽ കയറും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഈ ക്യാറ്റ്, അതുപോലെ ഡോഗ് തുടങ്ങിയ ആനിമൽസ് ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് TT എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ടെറ്റനസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ഓർത്തിരിക്കുക. അതായത് നമ്മുടെ ഫേസിലെ മസിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആകും. സോ ഇതിനെ ലോബ്ജോ എന്ന് അറിയപ്പെടും. ഈ 3 രോഗങ്ങളും ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കാൻ നേരത്തെ മിസ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാലും കൂടുതലായിട്ട് വ്യക്തത വന്നെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് പോളിയോമൈലൈറ്റിസ് ആണ്, ഇൻഫാന്റൽ പാരാലിസിസ്. അത് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതുമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകളെ നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവാം, അല്ലെ? പോളിയോ രോഗം ബാധിച്ചിട്ടുള്ള ആളുകളെ കണ്ടിട്ടില്ലേ? എന്താണ് പ്രത്യേകത? എന്താണ് അവരെ നമ്മൾ കാണുമ്പോൾ എന്താണ് തോന്നുന്നവർക്കൊരു വ്യത്യാസം? എന്താണ് നമ്മളിൽ നിന്ന്? അവര് ഹൈറ്റും ഇല്ലാണ്ട് ചെറുതായിരിക്കും. പിന്നെ വല്ല വികലാംഗം, കാലിനോ വികലാംഗ സംഭവിക്കും. ആദ്യം ഒരാളൊന്ന് വായിക്കട്ടോ, പോളിയോമൈലൈറ്റിസ് എന്ന് അറിയണ്ടേ? The polio vaccine is given along with the 3 DPT dose followed by 2 boosters, one at 1.5 years and second at 4.5 years. എന്താ പറയുന്നത് അതിനകത്ത്? DPT വാക്സിന്റെ കൂടെ തന്നെ കൊടുക്കുന്നതാണ് പോളിയോ വാക്സിനും. അതിന്റെ ഫസ്റ്റ് ഡോസ്, പിന്നെ വരുന്ന 2 എണ്ണം ബൂസ്റ്റർ ഡോസ് ആണ്. അത് 1.5 വയസ്സിലും 4.5 വയസ്സിലും ആണ് പിന്നത് കൊടുക്കുന്നത്. അപ്പൊ പോളിയോ അസുഖം മുമ്പൊക്കെ പറഞ്ഞിരുന്നത്, അതായത് പണ്ടത്തെ ആളുകളൊക്കെ പറഞ്ഞിരുന്നത് ഇതിനെ പിള്ളവാതം എന്നാണ്. പിള്ളവാതം കേട്ടിട്ടുണ്ടോ? പിള്ളവാതം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇതെന്ത് മൂലം ഉണ്ടാകുന്നതാ? ബാക്ടീരിയ ആണോ വൈറസ് ആണോ? ബാക്ടീരിയ ആണോ വൈറസ് ആണോ? വൈറസ് മാം. വൈറസ് ആണ്. ഇതൊരു വൈറസ് അണുബാധയാണ്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ചികിത്സ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അതായത് ഇത് വരാതെ നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് കേട്ടോ. നെർവസ് സിസ്റ്റത്തെ അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് ചലനശേഷിയെ ബാധിക്കാം. അതായത് നമുക്കറിയാം പോളിയോ ബാധിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവർക്ക് ഏതെങ്കിലും അവരുടെ ശരീരഭാഗത്തിന് തളർച്ച ഉണ്ടാകാം, അല്ലെ? ഓക്കെ.
അതായത് ചിലപ്പോൾ ചില രോഗികൾ പാരലൈസ്ഡ് ആകാം, തളർന്ന് കിടക്കാം, മരയ്ക്ക് കീഴ്പോട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കാലിനെ അഫക്ട് ചെയ്തിട്ടുണ്ടാവാം, അതായത് നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ അതായത് അതിന്റെ ചലനശേഷി തീർത്തും നഷ്ടപ്പെടുക, പിന്നെ അതുപോലെ തന്നെ കൈക്ക് ചലനശേഷി നഷ്ടപ്പെടുക. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോ മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള അതായത് മൂവ്മെന്റ്സിനെ പ്രധാനമായിട്ടും ബാധിക്കുന്നത് ഇതിലെ നെർവസ് സിസ്റ്റത്തിൽ, നമ്മുടെ നാഡീവ്യൂഹത്തെ ഇത് അഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ്, ടി വൈറസ് അഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഹാർട്ടിനെ ചിലപ്പോ അഫക്ട് ചെയ്തെന്ന് വരാം. അങ്ങനെ ഒരു എന്താ പറയാ ഡിഫിക്കൽട്ടീസ് ഉള്ള ഒരു രോഗം തന്നെയാണ് ഈ പോളിയോ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് പറയാൻ പറ്റില്ല. ഫിസിയോതെറാപ്പി നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടി അത് എത്ര ശതമാനം സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, പിന്നെ എന്താ പറയാ ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സപ്പോർട്ടീവ് മാനേജ്മെന്റ് മാത്രമാണ്. അതായത് ഇത് തടയുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ഇതിന്റെ വാക്സിൻ കൃത്യസമയത്ത് കൊടുക്കാൻ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. വാക്സിൻ നമ്മൾ കൃത്യസമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ 100% ഇത് തുടച്ചു നീക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ചില ആളുകൾ പറയാറുണ്ട് ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് പോളിയോ വാക്സിൻ എന്നൊക്കെ, പക്ഷെ അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് നമ്മളിത് കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾക്ക് അത് വരാതിരിക്കാനുള്ള ഇത് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, അതായത് പണ്ട് കാലത്തൊക്കെ ഉള്ള ആളുകളിലാണ് കൂടുതലായിട്ട് ഈ രോഗം കണ്ടുവന്നിട്ടുള്ളത്, അല്ലെ? നമുക്ക് റീസെന്റ് ആയിട്ട് കുഞ്ഞുങ്ങളിലോ അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രായമായിട്ടുള്ളവരിലല്ലേ നമ്മൾ ഈ ഒരു ഇത് കണ്ടുവരാറുള്ളതും ചിന്തിച്ചു നോക്കിയാൽ നിങ്ങള്. കാരണം മുമ്പ് ഇത് കൊടുക്കുന്നതിനെ പറ്റി, അതായത് പണ്ട് കാലത്തൊക്കെ, അതായത് ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ 5 or 10 കുട്ടികൾ ഉണ്ടാകും, അല്ലെ? ഇന്നത്തെ കാലത്തൊക്കെ പണ്ട്. അപ്പോ ഇവർക്ക് കറക്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ല, ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതായത് കുറെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഇതിന്റെ പോലെയുള്ള എന്താ പറയാ അച്ഛനമ്മമാര് രണ്ടുപേരും ജോലിക്ക് ഉള്ളതായിരിക്കില്ല, സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രഗിൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയമാണ്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ്സോ കാര്യങ്ങളോ ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖല പ്രവർത്തിക്കുന്നത് പോലെയുള്ള ഒരു സമയമായിരുന്നില്ലായിരിക്കാം ചിലപ്പോൾ അന്നുണ്ടായിരിക്കാം. അപ്പൊ പ്രോപ്പർ അവയർനെസ്സിന്റെ കുറവ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷന്റെ കുറവ്, ഇത് മൂലമൊക്കെ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വാക്സിൻ കൊടുക്കേണ്ടത്, ഏത് സമയത്താണ് വാക്സിൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ജനറേഷനെ കൂടുതലായിട്ടും ഈ ഒരു അസുഖം കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് സപ്പോർട്ടീവ് മാനേജ്മെന്റ് മാത്രമാണ്. അതായത് ഇത് വന്നു കഴിഞ്ഞാൽ, പോളിയോ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ആൾക്ക് നമ്മൾ കൊടുക്കുക സപ്പോർട്ടീവ് മാനേജ്മെന്റ് മാത്രമാണ്. ഫിസിയോതെറാപ്പി നമുക്ക് സജസ്റ്റ് ചെയ്യാം, പക്ഷെ എത്ര ശതമാനം അത് സക്സസ്ഫുൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും വരെ എടുത്താൽ മതി. ആരെങ്കിലും ആക്ഷൻ സോങ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും പറയാനായിട്ട് ആരെങ്കിലും റെഡി ആണോ? അതെ മാം, ആക്ഷൻ സോങ് ആണ്. ഷിജനാസ്, വെരി ഗുഡ്. 1 minute മാം, കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒരാള് ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ട് വരിക, ഒരാള് സ്റ്റോറി പറയുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എന്താ പറയാ ക്വിസ് പോലെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇത് 3 കാര്യങ്ങളും മാറി മാറി ചെയ്തുകൊണ്ട് വരാം. ഞാൻ ടീച്ചർ ഇത് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് പറയുന്നതാണ്. നമ്മൾ ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു 4-5 കുട്ടികളെ ഉള്ളൂ, അല്ലാതെ വേറെ ആരും ഇതിന് മുന്നോട്ട് വരുന്നില്ല. ഞാൻ എപ്പോഴും ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടിരിക്കും. ഇന്നും ഞാൻ 3 പേരുടെ പേര് പറഞ്ഞു. ആ 3 പേരും എനിക്ക് തിരിച്ച് റിപ്ലൈ ഗ്രൂപ്പിൽ തന്നിട്ടില്ല. ആ 3 പേരിലെ 2 പേരും ഈ ഓൺലൈൻ ക്ലാസ്സിലുണ്ട്. ഞാൻ ആരാണെന്ന് പറയുന്നില്ല ടീച്ചർ, അത് അവർ ആ ഗ്രൂപ്പിൽ മെസ്സേജ് കേട്ടോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഞാൻ ജയ്മോൾ, സബിത,
പിന്നെ ശ്രുതി, MB, ജീന, ഇവരൊക്കെ ഒരു 5-6 പേര് മാത്രമുള്ള ഈ ഡെയിലി ചെയ്യുന്നത്. ഇപ്പൊ ഈ ഷിജിന ചേച്ചി അല്ലാതെ ആരും മുന്നോട്ട് വരുന്നില്ല ടീച്ചർ. നമ്മൾ കുഞ്ഞു പിള്ളേരല്ലല്ലോ ടീച്ചർ എപ്പോഴും നമ്മൾ പറയാനായിട്ട്. അപ്പോ നമ്മൾ എന്നും ഇത് ഡെയിലി നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും മാറി മാറി ചെയ്യാം കേട്ടോ. ഞാൻ കാര്യം പറയട്ടെ, എനിക്ക് ഷിജിനാസ് ചെയ്യുക. ഞാനൊരു സെക്കൻഡ് പറഞ്ഞോട്ടെ. ഇതുണ്ടല്ലോ മാം, എനിക്കൊരു ഞാൻ ഈ കടയിൽ ഇരുന്ന് ഈ ക്ലാസ് ഒക്കെ കേൾക്കുന്നേ. ഞാൻ എന്തേലും ചെയ്യാൻ നേരിട്ട് വരുമ്പോ എന്റെ കസ്റ്റമർ വരുമ്പോ ഞാൻ എഴുന്നേറ്റ് ഓടിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഏക്കാതെ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഇപ്പൊ എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് പിന്നെ നമുക്ക് പറ്റിയില്ല, എന്ത് ചെയ്യും? ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് പോവൂലോ കേട്ടോ. എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടി എന്താ പറയാ അവരവരുടെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അത് കുറച്ചു പേരിലോട്ട് മാത്രമായിട്ട് ചുരുക്കി പോകരുത്. ഗ്രൂപ്പില് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഇടുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കുക. അതായത് ആരെങ്കിലും ചെയ്യാനായിട്ട് പേര് ഫാൻസി പറഞ്ഞു, 3 പേരുടെ പേര് പറഞ്ഞു, 2 പേര് റിപ്ലൈ തന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പ്ലീസ് ദയവായിട്ടൊന്ന് റിപ്ലൈ കൊടുക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പറ്റില്ലെന്ന് തന്നെ പറയാ. അപ്പോ അവര് വേറെ ആരെങ്കിലും പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വെച്ചോളും. ഇനി വീണ്ടും നിങ്ങളോടൊക്കെ പറയുവാണെങ്കിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ കടയിലൊക്കെ ഇരിക്കുന്ന ആളെ സംബന്ധിച്ചാണെങ്കിൽ ചിലപ്പോൾ കസ്റ്റമർ വരുന്ന സമയത്ത് ചിലപ്പോൾ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോ ജിഷയുടെ സമയം എപ്പോഴാണോ അതൊന്ന് ആൻസിയെ അറിയിച്ചാൽ മതി. ആൻസിയാണോ അത്? ടീച്ചർ അങ്ങനെ ഇതില് അഡ്മിൻ ഷിജിന ചേച്ചി കീർത്തനയാണ്. മെസ്സേജ് ഇടുന്ന ഞാനും ഷിജിന ചേച്ചി പിന്നെ ജീന എന്ന് പറഞ്ഞ ചേച്ചി. കാരണം നമ്മള് മാക്സിമം ടൈം നോക്കും. ആരും വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഈ പ്രയർ തോട്ട് ഓഫ് ദി ഡേ നമ്മൾ മെസ്സേജ് ചെയ്യാറുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴാണ് ടീച്ചർ ഇങ്ങനെ ഈ പിന്നെ വിദ്യ എന്ന് പറഞ്ഞ ചേച്ചിയും ചെയ്യുന്നത്. എനിക്ക് ആ ചേച്ചിയുടെ പേര് പറയാൻ വിട്ടുപോയതാ. വിദ്യ എന്ന് പറയുന്ന ചേച്ചിയും മിക്കവാറും ചെയ്യാറുണ്ട്. ഞാനുണ്ടല്ലോ മാം പ്രിപ്പയർ ആയിട്ട് ഇരിക്കാം. അപ്പൊ എപ്പോഴേലും ഗ്യാപ്പ് കിട്ടുമ്പോ ഞാനങ്ങ് ചെയ്തോളാം. ഞാൻ അതുകൊണ്ടാ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് ചിലപ്പോ ആ സമയത്ത് ക്ലാസ്സിൽ പോലും കയറാൻ പറ്റാറില്ല ചില ദിവസങ്ങളില് കേട്ടോ. അതുകൊണ്ട് അപ്പൊ ചെയ്തോളാം. ചെയ്തോളൂ. 1 minute. Johnny, yes, Papa. Eating sugar, no, Papa. Eating out. 1 minute, ma'am. Johnny, yes, Papa. Eating sugar, no, Papa. Telling lies, no, Papa. Open your mouth. Ha, ha, ha. താങ്ക് യു ഷിജിനാസ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ല കുട്ടികളായിട്ട് നന്നായിരുന്നു. ഓക്കെ, ഞാൻ ടീച്ചറിനോട് പറയാൻ ഒരു കാര്യം വിട്ടുപോയി. അത് ഞാൻ ടീച്ചർ പ്രാക്ടീസിന് പോയിരുന്നു ഞങ്ങളുടെ അടുത്ത സ്കൂളില്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഭയങ്കര ഫീലാണ് കേട്ടോ. സൈനൗട്ട് ഉണ്ടോ? ആരെങ്കിലും സൈനൗട്ട് പറയാനുണ്ടോ? ചെയ്യാം. My name is Jeena. I am from Kollam, Anjal. Today I am going to sign out this class. Today's class was about immunization from Unit 7 Healthcare. Ma'am teaches about the diseases, diphtheria, pertussis, tetanus, and poliomyelitis. And also, ma'am teaches about the cause of these diseases, their symptoms, the vaccination of these diseases, and what precautions should be taken to prevent these diseases. So, thank you for listening to this class, friends, and my dear friends, and wishing you a wonderful day. Thank you. Okay, thank you so much. Next class, yes, ma'am. Thank you.